ഹലോ, അപ്പം നോ ബേക്ക് ചോക്ലേറ്റ് ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഓറിയോൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ. ഞാനൊരു 8 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നടുക്കത്തെ ക്രീം മാറ്റി ബിസ്ക്കറ്റ് മാത്രം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ 2 സ്പൂൺ നെയ്യാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെൽറ്റഡ് ബട്ടറും ആഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ബേസ് വരുന്നത്. ഇനി നമുക്ക് വേണ്ട പാത്രത്തിലേക്ക് മാറ്റി ഒരു സ്പൂൺ വെച്ച് ഇത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സെക്കൻഡ് ലെയറിന് വേണ്ടി ഞാനിവിടെ ആ സെയിം ജാറിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടേ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 150 ഗ്രാമോളം ക്രീം ചീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്രീം ചീസ് എന്നും പറഞ്ഞ് നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും കേട്ടോ. അത് മൊത്തം എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം, 2 സ്പൂൺ കൊക്കോ പൗഡർ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു 2 സ്പൂൺ മാറ്റി വെച്ചാലും മതി കേട്ടോ. പിന്നെ 125 ഗ്രാമിൻ്റെ അടുത്തോളം ഫ്രഷ് ക്രീം. ഇതെല്ലാം കൂടി നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാണ് വേണ്ടത്. ഒരു വിസ്ക് വെച്ച് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ പൾസിലിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അത്രേ വേണ്ടുള്ളൂ. പിന്നെ ഇത് ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസി ആവരുത്. അതനുസരിച്ച് കുറച്ചേശ്ശെ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. കൂടുതൽ ലൂസ് ആവണ്ട. അപ്പം നമ്മുടെ സെക്കൻഡ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിൽ 1.5 മണിക്കൂറോളം വെക്കാം കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് തേർഡ് ലെയറിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഡയറി മിൽക്ക് 20 രൂപയുടെ ഡയറി മിൽക്കാണ് കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡയറി മിൽക്ക് എടുക്കാം. അത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഭയങ്കര കട്ടിയാവരുത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചേശ്ശെയായിട്ടൊരു 3 സ്പൂൺ പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ലാസ്റ്റ് വരേണ്ടത്. അതനുസരിച്ച് കുറച്ചേശ്ശെയായിട്ട് പാൽ ആഡ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഫ്രീസറിൽ ഇരുന്നിരുന്ന സെക്കൻഡ് ലെയർ ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്യാം. ഇത് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. ഇനി ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 7-8 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിവിടെ കൊക്കോ പൗഡർ വെച്ചിട്ടാണ് ഭംഗിയാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൂസ്റ്റോ ബോൺവീറ്റോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ. പിന്നെ അധികം പാടൊന്നും ഇല്ലല്ലോ. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്ന സാധനങ്ങളും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. ഈ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.